സാറിൻ്റെ ഈ ലൈഫ് ജേണി, അതായത് ഒരു മ്യൂസിക് തുടങ്ങി കുഞ്ഞുനാൾ മുതലെയാണ് സാറിൻ്റെ ഒരു ജേണിയെക്കുറിച്ച് ഒന്ന് സാർ ഞങ്ങൾക്ക് പറഞ്ഞു തരും. ഞാൻ ജനിക്കുമ്പോഴേ സംസാരിച്ചു തുടങ്ങിയ സമയം മുതൽ എന്നിൽ സംഗീതത്തിൻ്റെ അംശമുണ്ട്, എന്തോ അങ്ങനൊരു കാര്യം, ഒരു ബ്ലെസ്സിങ് ഉണ്ട് എന്ന് മനസ്സിലാക്കിയത് എൻ്റെ അച്ഛനും വീട്ടിലെ കാരണവരായിട്ടുള്ള ഒരാളാണ്. അച്ഛനെ ഒന്നുപോലെ കൊണ്ടു നടക്കുന്ന ഒരു മുത്തച്ഛൻ ഉണ്ടായിരുന്നു. അദ്ദേഹമാണ് ശാസ്ത്രീയ സംഗീതത്തിൻ്റെ ആചാര്യനും എന്നെ ബാലപാഠം പറഞ്ഞു തന്ന് പഠിപ്പിച്ചതും അദ്ദേഹം. അച്ഛൻ നന്നായിട്ട് പാടുമായിരുന്നു. അച്ഛൻ ഒന്നും പഠിച്ച ആളല്ല, പക്ഷേ സംഗീതത്തെക്കുറിച്ച് ഏത് രാഗം നിഷ്പ്രയാസം കേട്ടാൽ മനസ്സിലാവുകയും ആ പാട്ട് പാടുകയും ചെയ്യും. അപ്പം അത്ര ഒരുപാട് ആൾക്കാരൊക്കെ വീട്ടിലൊക്കെ വന്ന് താമസിക്കുമ്പോൾ അച്ഛനിങ്ങനെ ഓരോ ശ്ലോകങ്ങളും ഓരോ രാഗത്തിൽ 5 മണി മുതൽ തുടങ്ങും. രാവിലെ വെളുപ്പിന് 5 മണി മുതൽ ആരും വന്നാലും 5 മണി കഴിഞ്ഞാൽ ഉറങ്ങാൻ പറ്റില്ല. അച്ഛൻ്റെ ഈ ശ്ലോകം കേട്ടിട്ട് വേണം അവർക്ക് എടുക്കണമെങ്കിൽ. അപ്പോൾ അത് ഓരോ രാഗത്തിൽ വൃത്തിയായിട്ട് ഇങ്ങനെ പാടും. അപ്പോൾ ഇത്രയും ജ്ഞാനമുണ്ടായിരുന്ന ആൾക്ക് മക്കൾ 7 മക്കളുണ്ടെങ്കിലും മൂത്ത ആൾ ഞാനായപ്പോൾ എന്നിലത് ഉണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോൾ അവർ എന്നെ ഇത് നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയട്ടെ എന്ന് വെച്ചിട്ട് അവർ എനിക്കൊരു വഴി ഉണ്ടാക്കി തന്നു. എന്നെ സംഗീതം പഠിപ്പിക്കാനൊക്കെ ശ്രമിച്ചു. അവരുണ്ടാക്കിയ പാതയും അവർ എന്നെ നയിച്ച വഴിയും 100% സത്യസന്ധമായിട്ട് ആ വഴിയിലൂടെ സഞ്ചരിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഇന്നും നമുക്ക് ആ വഴിയിൽ നിൽക്കാൻ പറ്റുന്നു. പാട്ടുകാരനാണെങ്കിൽ പാട്ടുകാരനാകുന്നു, സംഗീത സംവിധാനമാണെങ്കിൽ അങ്ങനെ. ഏത് വഴി വേണമെന്നുള്ളത് തീരുമാനം നമ്മുടെ ഭാഗത്തുണ്ടാകുന്നത് വഴി തെളിഞ്ഞു വരുമ്പോഴാണ്. തീർച്ചയായിട്ടും. അപ്പോൾ അതിൽ പാട്ടുകാരാകാൻ ആഗ്രഹിച്ച് ചെറുപ്പം മുതലേ പാടി തുടങ്ങി 8 വയസ്സിലൊക്കെ നന്നായി പാടും. പിന്നെ ഒരുപാട് ആൾക്കാർ സൈക്കിളിലൊക്കെ ഇരുത്തി കൊണ്ടുപോയിട്ടേ ട്രൗസറൊക്കെ ഇട്ട് നിൽക്കുന്ന സമയത്ത് സൈക്കിളിൻ്റെ തണ്ടിൻ്റെ മുകളിലേക്ക് ഇരുത്തിയിട്ട് എന്നെ കൊണ്ടുപോകും പാട്ട് പാടാൻ ഓരോ വേദികളിലൊക്കെ. അതൊക്കെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത നിമിഷങ്ങളാണ്. അന്നും ഞാൻ പാടിയിരുന്നു. അങ്ങനെ ഇപ്പം ഇത്രയും കാലമായി, 79 വയസ്സായി. 5 മാസം ആകുമ്പോൾ 80 ആവും. അപ്പം ഇത്രയും കാലമായപ്പോഴും പാടാൻ പോയ ആൾക്ക് പാട്ടില്ലാതെയും പാടണമെന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിലും സ്വന്തമായി ഉണ്ടാക്കി പാടിക്കൊള്ളാമെന്നല്ലാണ്ട് ആരും നോക്കാറില്ല. എന്നിട്ടിപ്പോൾ കേരള ഗവൺമെൻറ് എന്നെ ഒരു നല്ല ഗായകനായിട്ട് സംസ്ഥാന ഗവൺമെൻറ് തന്നിരിക്കപ്പോൾ അപ്പോൾ പിന്നെ ഈ വഴിയിലൂടെ സഞ്ചരിക്കാന്ന് വെച്ചാൽ വരികൾ കേൾക്കുക, വരികൾക്ക് സംഗീതം ചെയ്യുന്നതിൻ്റെ ഗ്രേറ്റ്നെസ് മനസ്സിലാക്കി എന്താണോ വരിയിൽ പറയുന്ന ആ സാഹിത്യത്തിൻ്റെ അതിൻ്റെ ആ വരികളുടെ ആശയം എന്ത്, അതിൻ്റെ വ്യക്തത എന്ത്, അത് മനസ്സിലാക്കുകയും അതിനനുസരിച്ചുള്ള ഈണം ചെലുത്തി വെക്കുകയും ചെയ്യുന്നൊരു സംഭവം ഉണ്ടല്ലോ. അത് ചെറുപ്പം വരെ എന്നിലും ഉണ്ട്. ഞാൻ ഉണ്ടാക്കിയതല്ല. ഇതൊക്കെ ജനിക്കുമ്പോൾ ഉണ്ടാകുന്ന വിഷയങ്ങളാണ്, പ്രത്യേകിച്ച് സംഗീതം. അപ്പോൾ എന്നിലുണ്ടെന്ന് മനസ്സിലാക്കി അച്ഛനും ഗുരുനാഥനായിട്ടുള്ള മുത്തച്ഛനും എന്നെ നയിച്ചു കൊണ്ടുപോയത് നന്നാക്കി കൊണ്ടുവരണം എന്നുള്ള നിലയ്ക്ക്. അവരൊന്നും ഇപ്പോൾ ആരും ഇല്ലല്ലോ. ഞാൻ ആ വഴിയിൽ സഞ്ചരിച്ചു. ഇപ്പോൾ ഈ നിമിഷം വരെ ഇങ്ങനെയായി. അല്ല, അത് നമ്മുടെ പ്രവർത്തനം. ഏത് ആൾക്കാരോടും പറയാനുള്ളത്, എന്ത് മേഖലയിൽ നമ്മൾ പണിയെടുക്കുകയാണെങ്കിലും നമ്മളാകണമെങ്കിൽ സുന്ദരമായി ആ കാര്യം മനസ്സിലാക്കാൻ ശ്രമിക്കുകയും പ്രാക്ടീസ് ചെയ്ത് എന്താണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് മനോഹരമായിട്ട് ചെയ്ത് മറ്റുള്ളവരെ ഫലിപ്പിച്ച് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കണം. അതല്ലേ ശരി. നമ്മൾ ഇന്നത് ചെയ്യുന്ന പറഞ്ഞാൽ ചെയ്ത് കാണിക്കൂ. അത് ചെയ്ത് കാണിക്കുമ്പോൾ അത് മനസ്സിലാക്കണം. അത് ജനങ്ങൾ മനസ്സിലാക്കണം. അപ്പം ആ രീതിയിൽ പ്രവർത്തിക്കുക. ഇന്നും ആ വഴിയിൽ ഒരു ഇടതടവില്ലാണ്ട് പോയിക്കൊണ്ടിരിക്കുക. ഇപ്പോഴും ഞാൻ വേണമെന്ന് പറയുന്ന സ്ഥലത്തൊക്കെ ഞാൻ ഉണ്ട്. തീർച്ചയായും. Kitchen. Let's cook with love.